സ്വന്തമായൊരു വീട് എന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. വീട് പണിയുമ്പോൾ എല്ലാവർക്കും സങ്കല്പങ്ങൾ ഒത്തിരിയാണ്. എല്ലാ പാർട്ടിലും നമ്മുടേതായ ഒരു ഡിസൈനും കാര്യങ്ങളും, അതുപോലെ തന്നെ ബഡ്ജറ്റും, അതുപോലെ നമുക്ക് അതിൻ്റെ സറൗണ്ടിങ്സും കാര്യങ്ങളും എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ പല റെഫറൻസുകളും നമ്മൾ പല വീഡിയോസ് കണ്ടിട്ടായാലും, അതുപോലെ തന്നെ മറ്റുള്ളവർ വീട് കാണുമ്പോഴെല്ലാം നമ്മുടെ ഉള്ളിലൊരു വീട് ഇതുപോലെ ആകണം എന്ന ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാകും. സോ അതുപോലുള്ളൊരു വീട് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് മാഞ്ഞിലൻ ഹോംസ് ഒത്തിരി സന്തോഷത്തോടു കൂടി എത്തിക്കുകയാണ്. നമുക്ക് ഒരു ഫർണിഷ്ഡ് വില്ലയാണ് ഇന്ന് വന്നിരിക്കുന്നത്. നല്ലൊരു വലിയൊരു പ്രൊജക്റ്റ് തന്നെയാണ്. ഏകദേശം 54ഓളം ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ലാസ് വരുന്ന ഒരു മനോഹരമായ ഒരു പ്രൊജക്റ്റിലെ ഒരു ഫർണിഷ്ഡ് വില്ലയിലാണ് ഞാൻ ഇന്നിരിക്കുന്നത്. ആ വീടിന്റെ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഇതിന്റെ ലൊക്കേഷൻ നമുക്ക് ആദ്യമായി പറയാൻ തന്നെ നമുക്ക് ഈ ഒരു ലൊക്കേഷൻ വരുന്നത് ആലുവ AM റോഡിനോട് ചേർന്ന് ചൂണ്ടി, അതുപോലെ കൊടികുത്തുമല എന്നീ ലൊക്കേഷനോട് വളരെ ഇടയിലായിട്ടുള്ള ഒരു ലൊക്കേഷനാണ്. ചൂണ്ടി നമുക്ക് രാജഗിരി ഹോസ്പിറ്റൽ, അതുപോലെ ആലുവ, കളമശ്ശേരി എന്നീ ഭാഗങ്ങളിലേക്കെല്ലാം വളരെ ഈസി ആക്സസ് ഉള്ള ലൊക്കേഷനിലാണ് ഈ ഒരു വില്ല, ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ല ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഏകദേശം 25ഓളം ആമിനിറ്റീസ് ആണ് ഉള്ളത്. ക്ലബ് ഹൗസ്, പാർട്ടി ഹാൾ, അതുപോലെ തന്നെ ക്യാമറ സർവൻസ്, സെക്യൂരിറ്റി എന്നിവ പോലെ ഒരുപാട് 25ഓളം ആമിനിറ്റീസ് നമുക്ക് ഈ ഒരു വില്ലയിൽ വരുന്നുണ്ട്. കൂടാതെ തന്നെ ഇതൊരു മെഗാ ഒരു പ്രൊജക്റ്റ് ആണ്. കാരണം ഇതിൽ എൻറ്റയർലി വളരെ മനോഹരമായി തന്നെയാണ് ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് ഈ വീടിന്റെ പൂർണ്ണമായ വിശേഷങ്ങൾ കണ്ടു നോക്കാം. വെൽക്കം ടു മാഞ്ഞിലൻ ഹോംസ്. 4.5 സെന്റ് പ്ലോട്ട് മുതൽ 9 സെന്റ് പ്ലോട്ടുകളിലായി 2928 സ്ക്വയർ ഫീറ്റ് മുതൽ 5500 സ്ക്വയർ ഫീറ്റ് വരെ ഉള്ള വീടുകളാണ് ഈ ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിൽ നിർമ്മിക്കുന്നത്. 3 BHK, 4 BHK, 5 BHK എന്നിവ രീതിയിലായിട്ടാണ് നിങ്ങൾക്ക് ഈ വീട് കിട്ടുന്നത്. സെമി ഫേർണിഷ്ഡുമായിട്ടാണ് ഈ വില്ലകൾ പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഒട്ടേറെ വില്ലകൾ ഇവിടെ സെയിൽ ചെയ്ത് പോയിട്ടുണ്ട്. സോ ഇതൊരു എക്സ്ക്ലൂസീവ് ഒരു ഡീലാണ്, ഒരു മെഗാ പ്രൊജക്റ്റാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഈ ഒരു ഇതിൻ്റെ അറ്റ്മോസ്ഫിയർ എല്ലാം വളരെ ഒരു പ്രീമിയം ലക്ഷറി ഫീൽ തരുന്നതാണ്. ഇതിൻ്റെ കോമ്പൗണ്ട് കാര്യങ്ങളെല്ലാം വളരെ നേച്ചർ ലിവിങ് എന്ന കൺസെപ്റ്റോട് കൂടിയാണ് ഈ ഒരു വില്ല എൻറ്റയർലി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ ഞാൻ ഈ ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിലെ ഫർണിഷ്ഡ് ആയിട്ടുള്ള ഈ ഒരു വില്ലയുടെ ഫ്രണ്ടിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്റ്റൈലിലാണ് ഈ ഒരു വീട്, ഒരു കണ്ടംപററി ഡിസൈനിൽ അതിമനോഹരമായിട്ടാണ് ഈ ഒരു വില്ല ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എനിക്ക് ചുറ്റും ഒട്ടേറെ വില്ലകൾ ഈ ഒരു സെയിം ഇതിൽ തന്നെ ഡിസൈനിൽ തന്നെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. ഈ ഒരു കോമ്പൗണ്ട് നമുക്ക് നോക്കിയാൽ അത്യാവശ്യം നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ്. നമുക്ക് ഒരേ സമയം ഇവിടെ 2 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളെല്ലാം ഈ ഒരു കവേർഡ് കാർ പാർക്കിംഗ് സ്പേസിൽ കിട്ടുന്നുണ്ട്. വീടിൻ്റെ ആ ഒരു എൻറ്റയർ സ്ട്രക്ചർ എല്ലാം വളരെ മനോഹരമായി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ചെറിയൊരു ഗാർഡൻ സ്പേസും കാര്യങ്ങളും എല്ലാം നൽകിയിട്ടുള്ള ഒരു വെൽ ആമിനിറ്റീസോട് കൂടിയുള്ള ഒരു മനോഹരമായൊരു വില്ലയാണ് നിങ്ങൾക്കായി ഇവിടെ ഒരുക്കുന്നത്. സോ നമുക്ക് വീടിൻ്റെ അകത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം. സോ നമ്മൾ വീടിൻ്റെ അകത്തെ പോർഷനിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഫർണിഷ്ഡ് ലിവിങ് ഏരിയ സ്പേസ് ആണ് നമുക്കിവിടെ കാണുന്നത്. അതിമനോഹരമായിട്ടുള്ള ഒരു എലഗൻറ്റ് സ്റ്റൈലിൽ വളരെ മനോഹരമായി ചെയ്തിരിക്കുന്ന ഒരു ലിവിങ് ഏരിയ സ്പേസ് ആണ്. ഇവിടെ നമുക്ക് ഈ ഒരു സ്പേസ് കണ്ടാൽ തന്നെ അറിയാം, സോഫ കാര്യങ്ങളെല്ലാം ഇട്ടിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു മനോഹരം ആംബിയൻ ലൈറ്റും, അതുപോലെ സീലിംഗ് വർക്ക്, അതുപോലെ കർട്ടൻസും കാര്യങ്ങളും എല്ലാം നൽകിയിട്ടുള്ള ഒരു അതിവിശാലമായ ഒരു മനോഹരമായ ഒരു ലിവിങ് ഏരിയ സ്പേസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. അടുത്തതായി നമുക്ക് ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയ സ്പേസിലേക്ക് പോകാം. ഡൈനിങ് ഏരിയ എല്ലാം വെൽ ഫർണിഷ്ഡ് ആയിട്ടുള്ള ഡൈനിങ് ഏരിയ സ്പേസ് ആണ്. നമുക്ക് ഈ ഒരു സൈഡിലാണ് ഡൈനിങ് ഏരിയ സ്പേസ് കിട്ടുന്നത്. എല്ലാ ടേബിൾസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുള്ള ഡൈനിങ് ഏരിയ സ്പേസ് ആണ്. നമുക്ക് ഈ ഒരു എൻറ്റയറായിട്ട് നമുക്ക് ഈ ഒരു ഏരിയ ഫുൾ ഇത് കാണാൻ കഴിയുന്നത് തന്നെ ആ ഒരു എലഗൻ സ്റ്റൈൽ തന്നെയാണ്. നമുക്ക് അതൊരു ഫർണിഷ്ഡ് ആയതുകൊണ്ട് നമുക്ക് ആ സ്പേസും കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട്. നല്ലൊരു ഡൈനിങ് ഏരിയ സ്പേസും ഇവിടെ കൊടുത്തിരിക്കുന്നു. സോ അടുത്തതായി കിച്ചനോട് ചേർന്ന് തന്നെയാണ് ഈ ഡൈനിങ് ഏരിയ സ്പേസ് വരുന്നത്. ഒരു മോഡുലർ ഡിസൈനിലുള്ള മനോഹരമായ ഒരു കിച്ചൺ ഏരിയ സ്പേസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കടന്നു വരാം കിച്ചൺ ഏരിയ സ്പേസിലേക്ക്. സോ ഇതാണ് ഈ വീടിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള വെൽ എക്വിപ്ഡ് ആയിട്ടുള്ള ഒരു ഫുൾ ഫർണിഷ്ഡ് കിച്ചൺ. നമുക്കിവിടെ സ്റ്റോറേജ് സ്പേസും അതുപോലെ തന്നെ എല്ലാ ഫെസിലിറ്റീസും നമുക്കിവിടെ ഗ്യാസ് സ്റ്റൗ, അതുപോലെ ചിമ്നി, മറ്റു ഓവൻ കാര്യങ്ങൾ എല്ലാം ഉള്ള സൗകര്യങ്ങൾ കൂടിയുള്ള ഒരു വെൽ ഫർണിഷ്ഡ് കിച്ചൺ തന്നെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. സ്റ്റോറേജ് ഏരിയാസും കാര്യങ്ങളും എല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട്. കൂടാതെ നമുക്ക് ഈ ഒരു സൈഡിലേക്ക് വരികയാണെങ്കിൽ തന്നെ ഇവിടെയും ചെറിയ ഒരു സ്റ്റോറേജ് ഏരിയ സ്പേസും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ട് തന്നെയാണ് ഈ ഒരു കിച്ചൺ ഏരിയ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വളരെ മനോഹരം തന്നെയാണ് എല്ലാ ഏരിയയും. ഈച്ച് ആൻഡ് എവരി കോർണർ വളരെ നീറ്റായിട്ടുള്ള ഡിസൈനിലാണ് എൻറ്റയർലി ഇവിടെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അടുത്തതായി നമുക്ക് ബെഡ്റൂം ഏരിയ സെഷനിലേക്ക് പോവാം. കടന്നു വരാം ഈ ഒരു സ്വപ്ന ഭവനത്തിൻ്റെ അതിവിശാലമായ അതിമനോഹരമായ ബെഡ്റൂം ഏരിയ സ്പേസിലേക്ക്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഈ ഒരു വീടിന് ഒരു ബെഡ്റൂമാണ് വരുന്നത്. സോ ഇതാണ് ഈ ഒരു മനോഹരമായ ഒരു ബെഡ്റൂം ഏരിയ സ്പേസ്. ഒരു ഫർണിഷ്ഡ് ബെഡ്റൂം ഏരിയ സ്പേസാണ്. നമുക്കിവിടെ കട്ടിലും മറ്റു കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നു. ഈ ഒരു എൻറ്റയർ പ്രൊജക്റ്റ് എല്ലാം ഈ ഒരു ഡിസൈൻ സ്ട്രക്ചറും കാര്യങ്ങളും ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ്സും
സ്പേസും അതുപോലെ തന്നെ ബെഡ്റൂം ഏരിയ സ്പേസും കാര്യങ്ങളാണ് ഇതിൻ്റെ വ്യത്യാസം വരുന്നത്. എൻ്റയർലി വളരെ മനോഹരമായിട്ടുള്ള ഒരു വെൽ ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം ഏരിയ സ്പേസ് ആണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ഒരു വാൾ കാര്യങ്ങളെല്ലാം സീലിംഗ് കാര്യങ്ങളെല്ലാം വളരെ മനോഹരമാണ്. ഈ ഒരു സൈഡിലാണ് നമുക്ക് ഇതിൻ്റെ വാഡ്രോബ് ഏരിയ കിട്ടുന്നത്. വളരെ നല്ലൊരു വാഡ്രോബ് ഏരിയയാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. കൂടാതെ അറ്റാച്ച്ഡ് ബാത്റൂം നമുക്ക് ആ ഒരു സൈഡിൽ നല്ലൊരു അറ്റാച്ച്ഡ് ബാത്റൂം കാര്യങ്ങളും കൂടി ലഭിക്കുന്നു. അടുത്ത് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. അതിന് മുമ്പായിട്ട് നമ്മൾ ഡൈനിങ് ഏരിയയുടെ ഈ ഒരു വാഷ് ഏരിയ യൂണിറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു വാഷ് ഏരിയ യൂണിറ്റ് ഈ ഒരു ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെയായിട്ട് ഈ സ്റ്റെയർ കേസിനോട് തൊട്ട് ചേർന്ന് തന്നെയായിട്ട് നൽകിയിരിക്കുന്നു. ഒരു സിമ്പിൾ എലഗൻറ്റ് സ്റ്റൈലിലുള്ള ഒരു വാഷ് ഏരിയ യൂണിറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. തൊട്ടടുത്തായിട്ട് തന്നെയാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിൽ നമുക്ക് ഗ്ലാസ് വുഡൻ കോമ്പിനേഷനിൽ തന്നെ വളരെ നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അടുത്തത് നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോകാനുള്ളത്. അവിടെ പോയി ബാക്കി കാര്യങ്ങൾ കണ്ടു നോക്കാം. അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് നമ്മൾ കടന്നു വന്നിട്ടുള്ളത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു നീറ്റായിട്ടുള്ള ഒരു അപ്പർ ലിവിംഗ് ഏരിയ സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു എലഗൻറ്റ് സ്റ്റൈലിലുള്ള ഒരു ലിവിംഗ് ഏരിയ സ്പേസ് ആണ്. ഇവിടെ എല്ലാം നല്ലൊരു കർട്ടൻസും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഫർണിഷറും കാര്യങ്ങളും എല്ലാം ഇവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ബാക്കിലൊക്കെ നമുക്കൊരു ഗാർഡൻ സ്പേസും കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നു. കൂടാതെ ഇവിടെ ഈ സോഫയൊക്കെ ഇട്ടിട്ട് നല്ല ആ സ്പേസ് നമുക്ക് നല്ലപോലെ മനസ്സിലാവുന്നുണ്ട്. ഒരു ഏരിയ നല്ലൊരു ഏരിയയാണ്. TV യൂണിറ്റ് ഏരിയ ആ ഒരു സൈഡിലാണ് വരുന്നത്. സോ ഇതാണ് ഈ ഒരു വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലെ കാര്യങ്ങൾ. അടുത്തതായി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ കടന്നു വന്നിട്ടുള്ളത്. നമ്മൾ താഴെ കണ്ട ആ ഒരു ബെഡ്റൂമിൻ്റെ അതേ ഒരു സ്റ്റൈലും പാറ്റേണും തന്നെ കീപ്പ് ചെയ്തിട്ടുള്ള ഒരു മനോഹരമായ ഒരു ബെഡ്റൂം ഏരിയ സ്പേസ് ആണ്. നമുക്കിവിടെ കട്ടിലും അതുപോലെ തന്നെ നമുക്ക് സീലിംഗ് വർക്കും വാൾ വർക്കും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മനോഹരമായ ഒരു ബെഡ്റൂം ഏരിയ സ്പേസ് ആണ് കിട്ടുന്നത്. നമുക്ക് ഇതിൻ്റെ ഒരു വാഡ്രോബ് ഏരിയ സെഷൻ ഇവിടെയാണ് വരുന്നത്. നമ്മൾ താഴെ കണ്ട ഒരു ബെഡ്റൂമിൻ്റെ ആ ഒരു സെയിം ഡിസൈൻ പാറ്റേൺ തന്നെയാണ് ഈ ഒരു ഏരിയയിൽ നമുക്ക് ഇതിൻ്റെ വാഡ്രോബ് ഏരിയ സ്പേസ് നമുക്ക് കിട്ടുന്നു. കൂടാതെ ഈ ഒരു സൈഡിലാണ് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം ഏരിയ സ്പേസ് കൊടുത്തിട്ടുള്ളത്. വളരെ മനോഹരമായിട്ടുള്ളൊരു എല്ലാ ഫെസിലിറ്റീസോട് കൂടിയുള്ള അറ്റാച്ച്ഡ് ബാത്റൂം കാര്യങ്ങളും നമുക്ക് ഈ ഒരു ഏരിയയിൽ കിട്ടുന്നു. കടന്നു വരാം ഈ വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂം ഏരിയ സ്പേസിലേക്ക്. ഇത് കുറച്ചുകൂടി വളരെ മനോഹരമായിട്ടുള്ള ഒരു ബെഡ്റൂം ഏരിയ സ്പേസ് ആണ്. ഒരു പ്രീമിയം ലുക്ക് തരുന്ന ഒരു ബെഡ്റൂം ഏരിയ സ്പേസ് ആണ്. ഇവിടെയാണ് നമുക്ക് ആ ഒരു ബാൽക്കണി ഏരിയ സ്പേസ് എല്ലാം കിട്ടുന്നത്. കൂടാതെ എൻ്റെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ നല്ലൊരു സ്റ്റോറേജ് ഏരിയ സ്പേസ്, നല്ലൊരു ഗ്ലാസ് കെട്ട്, നല്ലൊരു സ്റ്റോറേജ്, വലിയൊരു സ്റ്റോറേജ് ഏരിയ സ്പേസും കൂടാതെ അറ്റാച്ച്ഡ് ബാത്റൂമും എന്നിവ ഉൾപ്പെടെ ഈ ഒരു ഏരിയ നൽകിയിരിക്കുന്നു. വളരെ മനോഹരമാണ്. ലക്ഷറീസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൂർണ്ണത എന്താണെന്ന് പറയുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു എൻ്റയർ ഈ ഒരു വില്ല, ഈ ഒരു പ്രത്യേകിച്ച് ഈ ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെയും എല്ലാ ഫർണിഷ്ഡ് നിങ്ങൾക്ക് എല്ലാം കാണാൻ കഴിയുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാം വെൽ ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. എല്ലാം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ഡിസൈൻ സ്ട്രക്ചറോട് കൂടിയാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. നിങ്ങൾ എൻ്റയർ ഈ ഒരു പ്രീമിയം ലക്ഷറി വില്ല കണ്ടു എന്ന് വിശ്വസിക്കുന്നു. വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്വപ്നസുന്ദര ഭവനം, അതായത് നമ്മൾ ആഗ്രഹിക്കുന്നതിനും അപ്പുറം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു കണ്ടംപററി ഡിസൈനിലുള്ള ഒരു സ്വപ്നസുന്ദര ഭവനമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു വീട് എന്നുള്ളത് ആരുടെയും സ്വപ്നമാണ്. ആര് വന്ന് കണ്ടാലും അത്രയും ഇഷ്ടപ്പെടുന്നൊരു വീടാണ്. സോ ഈ ഒരു വീട് നിങ്ങളിലേക്ക് മുമ്പിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിൽ മാഞ്ഞിരൻ ഹോംസ് വളരെ സന്തോഷത്തോടെയാണ് ഇന്ന് ഉള്ളത്. സോ നമുക്ക് ഈ ഒരു വീടിൻ്റെ ലൊക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആലുവ പെരുമ്പാവൂർ ചൂണ്ടി ജംഗ്ഷനിൽ നിന്നും വെറും 1 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് വരുന്നത്. രാജഗിരി ഹോസ്പിറ്റൽ അതുപോലെ തന്നെ ആലുവ എന്നീ ഏരിയയിലേക്കെല്ലാം വളരെ ഈസി ആക്സസ് ആണ്. അതുപോലെ തന്നെ ഇവിടുന്ന് കളമശ്ശേരി എന്നീ ഏരിയയിലേക്കെല്ലാം വളരെ ഈസി ആക്സസ് ആണ്. 3 BHK 4 BHK 5 BHK ഈ ഒരു പ്രൊജക്റ്റ് എൻ്റയർ ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ കോളേജും സ്കൂളും എല്ലാം വളരെ അടുത്ത്, ഭാരത് മാതാ കോളേജും അതുപോലെ സ്കൂൾസും കാര്യങ്ങളെല്ലാം വളരെ നിയർ ബൈ ലൊക്കേഷൻസ് ആണ് വരുന്നത്. സോ നമുക്ക് ഈ ഒരു പ്രൊജക്റ്റ് 4.65 സെൻറ്റ് മുതൽ 9 സെൻറ്റ് വരെ ഉള്ള പ്ലോട്ടിലാണ് ഇവിടെ ചെയ്യുന്നത്. ഏകദേശം 54ഓളം വില്ലാസാണ് ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ വരുന്നത്. 25+ അമ്യൂണിറ്റീസും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. സോ എല്ലാ അമ്യൂണിറ്റീസോടും കൂടി ഒരു നേച്ചർ ലിവിങ്, അതായത് ഇവിടെ നമുക്ക് ഒരു പ്രകൃതിയുടെ ആ ഒരു എൻ്റയർ ഫീലും കാര്യങ്ങളും നമുക്ക് കിട്ടുന്നു. കാരണം ഒട്ടും നഗരത്തിൻ്റെ ബഹളങ്ങളോ തിരക്കുകളോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു പീസ്ഫുൾ ലിവിങ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് വളരെ സന്തോഷത്തോടെ തിരഞ്ഞെടുക്കാൻ കഴിയുന്നൊരു വില്ല തന്നെയാണ് ഇത്. നമ്മളിവിടെ 2900 സ്ക്വയർ ഫീറ്റ് മുതൽ 5500 സ്ക്വയർ ഫീറ്റ് വരെയാണ് ഇവിടെ ഈ വില്ലകൾ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫർണിഷ്ഡ് ആയിട്ടും ആയിക്കൊണ്ടിരിക്കുന്നതുമായ ഒത്തിരി വില്ലകൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. 1,60,00,000 രൂപ മുതൽ 3 കോടി വരെ ആണ് ഈ ഒരു എൻ്റയർ വില്ലയുടെ വില വരുന്നത്. സോ നിങ്ങൾക്ക് ഇവിടെ നേരിട്ട് വന്ന് കണ്ടുകൊണ്ട് ഈ സൈറ്റ് വിസിറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇവിടുത്തെ എല്ലാം ഈ കണ്ട കാഴ്ചകളെല്ലാം നേരിട്ട് കണ്ട് സ്വന്തമായി ഒരു സ്വപ്നസുന്ദര ഭവനം സ്വന്തമാക്കാൻ നിങ്ങൾക്ക് സാധിക്കാൻ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഈ ഒരു വില്ലയ്ക്ക് നമ്മളൊരു ഹോം ലോൺ സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഒരുക്കി തരുന്നതാണ്. സോ അതിനായി നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഇതുപോലുള്ള മനോഹരമായ വീടുകൾ എക്സ്ക്ലൂസീവായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുവാൻ മാഞ്ഞിരൻ ഹോംസ് ഫോളോ ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.